ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. ഇ.പി. ജയരാജന് മറുപടിയുമായി മുൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ മുരളീധരൻ. വേണ്ടിവന്നാൽ നിയമം കയ്യിലെടുക്കാനും കോൺഗ്രസ് മടിക്കില്ലെന്ന മുന്നറിയിപ്പും കെ മുരളീധരൻ നൽകി. പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്നത് CPM-ന്റെ തിരക്കഥയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പേരാമ്പ്രയിലെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ തിരക്കഥയാണ് മോണന വസ്തു എറിഞ്ഞു എന്നുള്ളത്. അവിടെ അങ്ങനെ യാതൊരു സംഭവം ഉണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പെട്ടിരുന്നില്ല. മാത്രമല്ല, MP-യെ തല്ലിയതിൽ പാളിച്ച പറ്റിയെന്ന് റൂറൽ SP പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രീ സജീവ് ഇങ്ങനെയൊരു ഇല്ലാക്കഥയുണ്ടാക്കി. അതിനെ തുടർന്നാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആക്ഷനിലേക്ക് ഗവൺമെന്റ് പോയത്. ഇന്നലെ E.P. ജയരാജൻ പറഞ്ഞത് ഇപ്പൊ മൂക്കിന്റെ എല്ലിന് മാത്രമേ കുഴപ്പമുണ്ടായിട്ടുള്ളൂ, ഇനി ശരീരത്തിനും കുഴപ്പമുണ്ടാവുന്നതാണ്. അപ്പൊ കലാപത്തിന്റെ ആഹ്വാനമാണ് ഇന്നലെ E.P. ജയരാജൻ നടത്തിയത്. അതിന് ഞങ്ങൾ സമാധാനപ്രിയരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ MP-യെ ദ്രോഹിക്കാൻ വന്നാൽ, ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകനെ ഇതുപോലെ തല്ലാനും പിടിക്കാനും വന്നാൽ ഇനി ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. നിയമം വേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി കയ്യിലെടുക്കും. അതിൽ ഞങ്ങൾക്ക് ആരും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് പേരാമ്പ്രയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നടന്നത് CPM-ന്റെ ഗുണ്ടായിസാണ്. ആ ഗുണ്ടായിസത്തിന് പോലീസ് കൂട്ടുന്നത്. അല്പം മനുഷ്യത്വം കാണിച്ച റൂറൽ SP-നെ ഇന്നലെ ഭീഷണിപ്പെടുത്ത പ്രസംഗമാണ് E.P. ജയരാജന്റെയും T.P. രാമകൃഷ്ണന്റെയും ഭാഗത്തുനിന്നുണ്ടായി. ഇന്ന് ശക്തമായിട്ടുള്ള സമരത്തിന് UDF അവിടെ നേതൃത്വം കൊടുക്കുകയാണ്. ശ്രീ പ്രവീൺ കുമാറിന്റെയും അതുപോലെ അഹമ്മദ് മുന്നക്കലിന്റെയും നേതൃത്വത്തിൽ ശക്തമായി അവിടെ UDF പ്രതിരോധിക്കും. MP-യെ തല്ലിയ പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് പോകും. ഷാഫി പറമ്പിൽ MP-യുടെ മൂക്കിന്റെ എല്ലിന് മാത്രമാണ് ഇപ്പോൾ പരിക്കേറ്റതെന്നും ശരീരത്തിനും പരിക്കേൽക്കുമെന്ന E.P. ജയരാജന്റെ പ്രസ്താവന കലാപത്തിനുള്ള ആഹ്വാനമാണെന്ന് T.P. രാമകൃഷ്ണനും E.P. ജയരാജനും കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. MP-യുടെയോ കോൺഗ്രസ് പ്രവർത്തകരുടെ നേരെയോ ആക്രമണമുണ്ടായാൽ നിയമം കയ്യിലെടുക്കാൻ മടിക്കില്ലെന്നും അതിന് ആരുടെയും ഒത്താശ വേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. 75 വയസ്സ് പിന്നിട്ട E.P. ജയരാജന് പാർട്ടി സ്ഥാനങ്ങൾ നഷ്ടമായതോടെ പിണറായി വിജയന്റെ കടാക്ഷം ലഭിക്കാനായാണ് ഇത്തരം പ്രസ്താവന നടത്തുന്നത്. ഷാഫി പറമ്പിൽ MP-ക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പാളിച്ച സംഭവിച്ചുവെന്ന റൂറൽ SP-യുടെ പരാമർശം വന്നതോടെയാണ് CPM പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഷാഫി പറമ്പിൽ MP-യെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകുന്നതുവരെ UDF സമരം തുടരും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജനീഷിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.